കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുൾ ചെയ്ത ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ലൈറ്റ് ഓഫ് സാൽവേഷൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് രക്ഷിതാവാകുന്ന ക്രിസ്തുയേശു തന്റെ ജനത്തെ പഠിപ്പിച്ചത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നത്രേ. ക്രിസ്ത്യ ജീവിതം നാം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മാറ്റിവയ്ക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് വിശ്വാസം. ആ വിശ്വാസ ജീവിതത്തിൽ നാം മുൻപിലേക്ക് പോകുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന എല്ലായ്പ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ നാം കാണാറുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ പലപ്പോഴും കടന്നു പോകാറുണ്ട്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധനയെ രണ്ട് തരത്തിലാണ് പല വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പരിശോധന എന്നും ശോധന എന്നും മറ്റു പല ഭാഗങ്ങളിൽ അത് കഷ്ടത എന്ന വാക്കുകൊണ്ടും അർത്ഥമാക്കിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നതിനെ തന്നെ കഷ്ടത എന്ന വാക്കും കൊണ്ട് ഉപമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് വിശദീകരിക്കുവാനായി എടുത്തിരിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന വേദഭാഗം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്നെണ്ണുവൻ. യാക്കോബ് അപ്പോസ്തലൻ സഭയ്ക്ക് എഴുതുന്ന ലേഖനം ആണിത്. വിശ്വാസികളാകുന്ന നാം ഓരോരുത്തർക്കും, അല്ലെങ്കിൽ ദൈവമക്കളാകുവാൻ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന ഓരോരുത്തർക്കുമായി യാക്കോബ് എഴുതുന്ന ലേഖനം ആണിത്. ഈ അധ്യായത്തിന്റെ അല്ലെങ്കിൽ ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം നാം എടുത്തു പഠിക്കുമ്പോൾ അത് പറയുന്നത്, റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ വിശ്വാസികളെ ഒന്നടങ്കം പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ചിലർ ക്രിസ്തുവേശുള്ള വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് പിന്മാറിപ്പോയി. എന്നാൽ ഒരു കൂട്ടം പേർ ക്രിസ്തുവേശുവിന്റെ രക്ഷയെ മുറുകെ പിടിച്ച, ക്രിസ്തുവേശുള്ള സ്നേഹത്തെ മുറുകെ പിടിച്ച അവർ ക്രിസ്തുവേശുവിനെ തള്ളിപ്പറയാതെ ദേശത്ത് അവിടെ ഇവിടങ്ങളിലായി ഒളിവിൽ പാർത്തു. അങ്ങനെയുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യാക്കോബ് എഴുതുന്ന ലേഖനമാണിത്. അദ്ദേഹം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. അവിടെ പറയുന്നത് വിവിധ പരീക്ഷകളിൽ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരീക്ഷ എന്ന് പറയുന്ന വാക്ക് അതിന് പല അർത്ഥങ്ങളുണ്ട്. വിശ്വാസത്തിന്റെ ശോധന, അല്ലെങ്കിൽ കഷ്ടതകൾ, അങ്ങനെ പലതരത്തിലാണ് വേദപുസ്തകത്തിൽ അതിനെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നാം എടുത്തു നോക്കുമ്പോൾ പലതരത്തിലുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ശോധനകൾ, കഷ്ടങ്ങൾ വന്നേക്കാം. ചിലർക്ക് ശാരീരികമായ പ്രശ്നങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം. മറ്റു ചിലർക്ക് കടഭാരങ്ങളായിരിക്കാം. മറ്റു ചിലർക്ക് കുടുംബത്തിലെ അസമാധാനമായിരിക്കാം. മറ്റു ചിലർക്ക് വ്യക്തിപരമായ ജീവിതത്തിലെ അല്ലെങ്കിൽ ഹൃദയത്തിലെ സ്ട്രഗിൾസ് ആയിരിക്കാം. അവിടെ സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ട് അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന ടെൻഷൻസ് ആയിരിക്കാം. അങ്ങനെ പലതരത്തിലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടത അല്ലെങ്കിൽ ശോധന കടന്നു വരുന്നത്. എന്നാൽ ഇവ എന്ത് തന്നെയായിരുന്നാലും നാം പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ക്രിസ്തീയ ജീവിതത്തിൽ വേദനയില്ല, കഷ്ടമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നമുക്ക് കഷ്ടം ഉണ്ട് എന്നത്രേ. യേശു കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 22-ാമത്തെ വാക്യം: വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി കടക്കേണ്ടതാകുന്നു എന്നും. പൗലോസ് എപ്പോഴാണ് ഇത് പറയുന്നത് എന്നറിയാമോ? ലുസ്ത്രയിൽ വെച്ച് യഹൂദന്മാർ ഒരുമിച്ച് കൂടി പൗലോസിനെ കല്ലെറിഞ്ഞ് പൗലോസ് മരിച്ചുപോയി എന്ന് ചിന്തിച്ച് അവനെ ഉപേക്ഷിച്ചു പോകുന്നു. അവന് പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, അതിനുശേഷം ശിഷ്യന്മാർ ചുറ്റും കൂടെ നിൽക്കുമ്പോൾ പൗലോസ് എഴുന്നേറ്റ് പിറ്റേ ദിവസം വീണ്ടും പോയി സുവിശേഷം പറയുന്നു. അങ്ങനെ പറയുമ്പോൾ പൗലോസ് പറയുന്നതാണ്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും വിവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം എന്നും അവരെ പ്രബോധിപ്പിച്ചു എന്ന്. വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഏതൊരു സാധാരണ മനുഷ്യനെ എടുത്തു നോക്കിയാലും ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ട്, ശോധനകളുണ്ട്, വേദനകൾ ഉണ്ട്. അതൊക്കെയും നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന നാളൊക്കെയും നമ്മുടെ ജീവിതങ്ങളിൽ വന്നേക്കാം. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ശോധന അല്ലെങ്കിൽ കഷ്ടത വന്നാൽ അവൻ എപ്രകാരമാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? അവൻ എന്താണ് അവന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന കാര്യം? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ചിന്തിക്കാം.
ഇവിടെ 1 പത്രോസ് 4-12 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ആ വാക്യം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ശോധന വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യരുത്? ഒരു അപൂർവ കാര്യം വന്നു പോയി എന്ന് നാം അതിശയിച്ചു പോകരുത്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, ജനം പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കിത് വന്നുവല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇത് ഭവിച്ചുവല്ലോ, എങ്ങനെ ഇത് സംഭവിച്ചു? മറ്റുള്ളവർ നോക്കുമ്പോൾ പറയാറുണ്ട്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇപ്രകാരം ഭവിച്ചു എന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു അപൂർവ കാര്യം വന്നുകൂടി, അതായത് ഒരിടത്തും സംഭവിക്കാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് നാം ചിന്തിക്കരുത്, അങ്ങനെ നാം ആശ്ചര്യച്ച് പോകരുത്. പകരമോ നമ്മൾ അതിനെ നേരായി നോക്കി കാണണം. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് ഭവിച്ചു എന്നും എന്തിനായി ഭവിച്ചു എന്നും നാം ചിന്തിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം അത് ആരാഞ്ഞു നോക്കണം. അവിടെ പറയുന്നു, അപ്രകാരം നാം എന്ത് ചെയ്യരുത്? ആശ്ചര്യച്ച് പോകരുത്. ഒരു വേദപുസ്തക പണ്ഡിതൻ ഒരിക്കൽ ഒരു രാജ്യം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു നെയ്ത്തുശാലയിലേക്ക് കൊണ്ടുപോയി. വളരെ പ്രസിദ്ധമായ ഒരു നെയ്ത്തുശാല. അദ്ദേഹം അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടെയുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഗൈഡുണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുവാൻ. അങ്ങനെ ഒരു വിശിഷ്ടമായ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തറയുടെ അടുക്കലേക്ക് അവർ കടന്നു ചെന്നു. ആ വേദപുസ്തക പണ്ഡിതൻ അവരുടെ ഓരോ പ്രവൃത്തികളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ആ യന്ത്രം എപ്രകാരം പ്രവർത്തിക്കുന്നു, ആ നെയ്ത്തുകാരൻ എന്താണ് ചെയ്യുന്നത് ഒക്കെയും ചെയ്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധ നെയ്തുകൊണ്ടിരുന്ന ആ തുണിയുടെ മേൽ പതിഞ്ഞു. അദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ചില നൂലുകൾ ഇടത്തോട്ടും വലത്തോട്ടും കുറുകയും നെടുകയുമൊക്കെയായി പോകുന്നുണ്ട്. ചില നൂലുകൾ ഇങ്ങനെ പൊട്ടി താഴേക്ക് തൂങ്ങുന്നുണ്ട്. അങ്ങനെ ഇത് കാണുമ്പോൾ പ്രത്യേകിച്ച് പറയുവാൻ കഴിയുന്ന ഒരു സൗന്ദര്യം അതിന് ഇല്ല. അദ്ദേഹം ഇങ്ങനെ ചിന്താകുലനായി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അദ്ദേഹം ആ നെയ്ത്തുകാരൻ നോക്കുന്നു, തിരിഞ്ഞ് ആ ഗൈഡിനെ നോക്കുന്നു. ആ ഗൈഡിന് കാര്യം മനസ്സിലായി. ഇദ്ദേഹം അതിന്റെ ഭംഗിയെ കാണുവാൻ ആഗ്രഹിച്ചു. കാരണം ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് ഈ വേദപുസ്തക പണ്ഡിതൻ അവിടെ കടന്നു ചെന്നത്. അദ്ദേഹം ചിന്തിച്ചു, വളരെ മനോഹരമായ വേലകൾ കാണുവാൻ കഴിയുമായിരിക്കും. പക്ഷെ അദ്ദേഹം കണ്ടത് വൈരൂപ്യം എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില നൂലുകളാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഗൈഡ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഇപ്പുറത്ത് നിന്ന് ഇതിനെ കാണുമ്പോൾ നെയ്ത്തുകാരനെയോ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയോ നിങ്ങൾ വിധിക്കരുത്. കാരണം നിങ്ങൾ നിൽക്കുന്നത് തെറ്റായ ഭാഗത്താണ്. ഇതിന്റെ പണി പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കുക. ഇതിന്റെ മനോഹരത്വം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരല്പനേരത്തേക്ക് ആ ദൈവ മനുഷ്യൻ അവിടെ നിന്ന് ഇപ്രകാരം ചിന്തിച്ചു. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതങ്ങളെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിൽ മനുഷ്യൻ തന്റെ ജീവിതത്തെ നോക്കിക്കാണുന്നത് തന്റെ ലൗകികമായ കണ്ണുകൾ കൊണ്ടാണ്. ലൗകികമായ കണ്ണുകൾ കൊണ്ട്, അറിവ് കൊണ്ട് ജീവിതത്തെ ആരാഞ്ഞറിയുവാൻ ശ്രമിക്കുമ്പോൾ അതിന് മുഴുവനായ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇതിന് അപ്പുറത്തേക്ക് ഒരു സ്ഥലമുണ്ട്, നിത്യതയുടെ ദേശമുണ്ട്, നിത്യതയുടെ ഒരു കണ്ണുണ്ട്. നാം അതുകൊണ്ട് നോക്കിക്കാണുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ തികയുന്നത് നാം കാണുമ്പോൾ അതിന്റെ യഥാർത്ഥ മനോഹരത്വത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പറയുന്നു, അതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു പോകരുത്, ഭ്രമിച്ചു പോകരുത്. കാരണം ഇതൊക്കെയും ഈ ലോകത്തിൽ ഉള്ളത് തന്നെയാണ്. ആ വസ്ത്രത്തിന്റെ ഭംഗി കാണണം എങ്കിൽ അത് പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കണം. ഇന്ന് ഈ വചനം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൽ അല്പകാലത്തേക്കുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ, വരുന്ന വെല്ലുവിളികളെ കാണുമ്പോൾ ഒരിക്കലും അതിനെ വിധിക്കരുത്. നാം ദൈവത്തെ നോക്കി പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യുന്നു? അനേകർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ദൈവം എന്തുകൊണ്ടാണ് ഇത്രയ്ക്കുള്ള വേദനകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നൽകുന്നത്? ദൈവം നല്ലവനല്ലയോ? അതെ, ദൈവം നല്ലവൻ തന്നെയാണ്. എന്നാൽ ഇവിടെ നെയ്ത്തുകാരന്റെ പ്രവൃത്തിയെ നോക്കി പറഞ്ഞതുപോലെ ആ പ്രവൃത്തിയെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥകളെ കണ്ടിട്ട് ദൈവത്തെ ഒരിക്കലും വിധിക്കുവാൻ ശ്രമിക്കരുത്, ഒരു അഭിപ്രായം പറയുവാൻ ശ്രമിക്കരുത്. കാരണം ഈ പ്രവൃത്തി തികയുവാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇതുവരെ അവസാനിച്ചിട്ടില്ല. അവൻ നിങ്ങളെ പണികൊണ്ടേയിരിക്കുന്നു. ഈ പണി പൂർത്തിയാകുമ്പോൾ അതിന്റെ മനോഹരത്വം നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആരാഞ്ഞറിയുവാൻ നമുക്ക് കഴിയുകയില്ല. നാം ഒന്നാമതായി ചെയ്യേണ്ടത്, ഒരു ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും ആശ്ചര്യപ്പെട്ടു പോകരുത്, നാം നീരസപ്പെട്ടു പോകരുത്. പകരം അറിയുക, എൻ്റെ ജീവിതത്തിൽ ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ നാം എടുത്തു നോക്കുമ്പോൾ ഇയ്യോബ് പറയുന്നത്, എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്നാണ്. ഇയ്യോബിന് ആ ഉറപ്പുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ. ദൈവം എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അതുപോലെ 1 പത്രോസ് 1:7 ഇങ്ങനെ പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവിടെ പറയുന്നത്, പൊന്നിനോട് അല്ലെങ്കിൽ സ്വർണത്തോട് ഒരു ക്രിസ്തീയ ജീവിതത്തെ ഉപമിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ദൈവം തന്റെ ജനത്തോട് വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്, ഞാൻ നിന്നെ ശോധന ചെയ്തിരിക്കുന്നു, വെള്ളിയെയോ പൊന്നിനെയോ പോലെ അല്ല താനും, കഷ്ടതയുടെ തീച്ചുളയിലത്രേ ഞാൻ നിന്നെ ശോധന ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ പൊന്നിനോട് ഉപമിച്ചിരിക്കുന്നു. പൊന്നിനെ അല്ലെങ്കിൽ സ്വർണത്തെ തീയിലിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിലുള്ള അശുദ്ധി മാറി അത് ശുദ്ധിയുള്ളതായി തീരുന്നു. അതിനെ ശോധന ചെയ്യുമ്പോൾ, അത് തീയിലിട്ട് ഉരുക്കുമ്പോൾ മനസ്സിലാകും അതിൽ എത്രത്തോളം അശുദ്ധിയുണ്ട്, എത്രത്തോളം കേടായ കാര്യങ്ങൾ ഉണ്ട്. അത് കഴിഞ്ഞ് ശോധന കഴിയുമ്പോൾ അത് ശുദ്ധിയുള്ള സ്വർണമായി പുറത്തേക്ക് വരും. നമ്മുടെ ജീവിതങ്ങളെ ദൈവം ആ തീയുടെ അവസ്ഥയിലൂടെ കടത്തിവിടുമ്പോൾ ദൈവം ചെയ്യുന്നതും ഇതത്രേ. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതം നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. പക്ഷെ അങ്ങനെയല്ല. ദൈവം തന്റെ കണ്ണുകൾ കൊണ്ട് നോക്കി കാണുമ്പോൾ നിത്യതയ്ക്ക് യോഗ്യമല്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായേക്കാം. കഷ്ടതയിലൂടെ, ശോധനയിലൂടെ, ആ തീച്ചുകളുടെ അവസ്ഥയിലൂടെ കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നാം ശുദ്ധിയുള്ളതായി തീർന്നുകൊണ്ടേയിരിക്കുന്നു. അരുതാത്തതിനെ ഏതൊക്കെയോ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ എടുത്തു മാറ്റുന്നു. എന്നാൽ നാം അപ്രകാരം ആ തീച്ചുകളുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നാം ചെയ്യേണ്ടത്, നാം ദൈവത്തോട് ചേർന്നിരിക്കുക. കാരണം ആ കഷ്ടതയുടെ സമയത്തിന് 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം. ഒന്നുകിൽ അതിനെ നമ്മെ കൈപ്പുള്ളതാക്കി തീർക്കുവാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നല്ലതാക്കി തീർക്കുവാൻ കഴിയും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുന്നത്, ബിറ്റർ ഓർ ബെറ്റർ, അതായത് കൈപ്പുള്ളത് അല്ലെങ്കിൽ നല്ലത്. നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നു എങ്കിൽ, ആ സമയത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഉറച്ചു നിൽക്കുന്നു എങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ലതാക്കി തീർക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തെ അധികമായി അത് കൈപ്പുള്ളതാക്കി തീർക്കും. അങ്ങനെ പൊന്നിനെ പോലെ ശോധന കഴിഞ്ഞ് നാം പുറത്തു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ മാനത്തിനായി, ബഹുമാനത്തിനായി, പുകഴ്ചയ്ക്കായി അത് ഇടവരുത്തുമെന്നത്രേ. എന്താണ് മാനത്തിനായി, പുകഴ്ചയ്ക്കായി ഇടയാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ക്രിസ്തു യേശുവിന്റെ 2ാം വരമെങ്കിൽ ഈ ലോകത്തിന് അവസാനമുണ്ടാകും. ഇതിന്റെ വചനം പറയുന്നത്, ഈ ലോകത്തെ തീക്കും വെണ്ണീറിനുമായി ദൈവം ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്തു യേശു മടങ്ങി വരുമ്പോൾ, ക്രിസ്തു യേശുവിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവർ ജീവനോടുകൂടെ എടുക്കപ്പെടും. മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ലോകത്തെ എല്ലായിടത്തും അനർത്ഥം ഉണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകും, കണ്ണുനീരുണ്ടാകും, നിലവിളി ഉണ്ടാകും. അതിനുശേഷം ന്യായവിധിയുടെ സമയം കഴിയുമ്പോൾ ക്രിസ്തു യേശു ഇല്ലാതെ മരിക്കുന്ന ഏതൊരു മനുഷ്യനെയും നിത്യമായ ലജ്ജയ്ക്ക് അഥവാ നിത്യമായ അഗ്നിക്ക്, നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയും. എന്നാൽ ക്രിസ്തു യേശുവിൽ ജീവിക്കുന്നവൻ, അവൻ നിത്യാനിത്യകാലം ക്രിസ്തു യേശുവിനോട് കൂടെ സ്വർഗരാജ്യത്തിൽ ജീവിക്കും. അങ്ങനെ ക്രിസ്തു യേശുവിനെ ഇല്ലാത്തവനെ നിത്യമായ ലജ്ജയ്ക്കും, ക്രിസ്തു യേശു ഉള്ളവനെ മാന്യതയ്ക്കുമായി, നിത്യമായ മാന്യത്തിനുമായി ആക്കി തീർക്കും. അതാ ഇവിടെ വിളിച്ചു പറയുന്നത്. അങ്ങനെ ശോധനയിലൂടെ കടന്നു ചെല്ലുമ്പോൾ, നാം പൊന്നിനെ പോലെ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുമ്പോൾ, അതിൽ നിന്ന് നാം പുറത്തു വരുമ്പോൾ, ദൈവത്തിൽ വിശ്വസ്തയോടുകൂടെ നാം ചേർന്ന് നിൽക്കുമ്പോൾ നാം നിത്യമായ മാന്യതയ്ക്ക് പാത്രങ്ങൾ ആയിത്തീരും. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്നുണ്ടായിരിക്കാം. ജീവിതത്തിൽ എപ്രകാരം മുൻപിലേക്ക് പോകണം എന്നറിയാതെ, മുൻപിലേക്ക് പോകുവാനുള്ള വഴികൾ അറിയാതെ, ഒത്തിരി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിതത്തിൽ എന്തുകൊണ്ട് ഇപ്രകാരം പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ള ചോദ്യമായി ആയിരിക്കുന്നു എങ്കിൽ, ദൈവ പൈതലെ നിങ്ങൾ കേൾക്കുക. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും മാന്യത ഉണ്ടാകണം എന്നത്രേ.
അതായത് നിങ്ങൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരമോ നിങ്ങളുടെ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം നിങ്ങൾ നിത്യമായ ജീവന അവകാശികൾ ആയിത്തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ട് ഇരിക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിന് പ്രശ്നത്തിന് ഒരു പരിഹാരത്തിന് വേണ്ടിയായിരിക്കാം. എങ്ങനെ മുൻപിലേക്ക് പോകണമെന്ന് ഒരു വഴി നിങ്ങൾ ആരായുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ കേൾക്കുക, നിങ്ങളെ ദൈവം അധികമായി സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾ നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ ശരിയാകുന്നതിനോടൊപ്പം ദൈവം ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവന്റെ നിത്യസ്നേഹത്തിന് പാത്രം ആയിത്തീരണം. അവന്റെ നിത്യമായ ജീവന് നിങ്ങൾ യോഗ്യനായി തീരണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ക്രിസ്തു യേശുവിലേക്ക് നിങ്ങൾ തിരിയുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങൾക്ക് ദൈവം വ്യത്യാസം വരുത്തുക തന്നെ ചെയ്യും. കാരണം അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ രക്ഷയെ, ക്രിസ്തു യേശുവിലെ രക്ഷയെ പ്രാപിക്കണം എന്നത്രേ. ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ നിത്യജീവന അവകാശികളായി തീരുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി നിങ്ങളുടെ ജീവനെ ദൈവം പണിതെടുക്കുന്നു. വീണ്ടും നാം മുൻപിലേക്ക് പോകുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പിൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുന്നത്, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്. അതായത് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. എന്തുകൊണ്ടാ? ഗ്രേറ്റ് ഈസ് യുവർ റിവാർഡ് ഇൻ ഹെവൻ. അതായത് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട്. അവിടെ പറയുന്നു, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ. ആദിമസഭയിൽ ദൈവമക്കളെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ തിന്മയായി കളവായി പറയാറുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ ഏതെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളോ മാറാ രോഗങ്ങളോ വരുമ്പോൾ ഒക്കെയും അവർ പറഞ്ഞിരുന്നത് ക്രിസ്ത്യാനികൾ നിമിത്തമാണ് ദേശത്തിൽ അവരുടെ ദൈവന്മാരുടെ കോപം വന്നിരിക്കുന്നത് എന്നത്രേ. അതായത് ക്രിസ്ത്യാനികൾ ഒരിക്കലും അവരുടെ മിഥ്യാമൂർത്തികളെ ആരാധിപ്പാൻ തയ്യാറല്ലായിരുന്നു. അവിടെ മ്ലേച്ഛ വിഗ്രഹങ്ങൾക്ക് അവർ കുമ്പിടുവാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ക്രിസ്ത്യാനികളെ അവർ തെറ്റായി ആരോപിക്കുമായിരുന്നു. ഇവർ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടാണ് ദേശത്ത് അനർത്ഥങ്ങൾ വരുന്നത്, ദേശത്ത് മാറാ രോഗങ്ങൾ വരുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെ നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോഴും എന്ത് ചെയ്യുക? കർത്താവിൽ സന്തോഷിപ്പിൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം ഏറ്റവും വലുതത്രേ. നാം ദൈവത്തെ പിന്തുടരുന്നത് ഈ ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടി അത്രേ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയായും കളവായി പറയുമ്പോഴും സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട്, സത്യദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ, ദൈവത്തിന്റെ വചനപ്രകാരം നടക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നുണ്ടായിരിക്കാം, പരിഹസിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ കുടുംബക്കാർ പോലും നിങ്ങളെ ഒരുപക്ഷെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾ തളർന്നു പോകരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്. ഉല്ലസിച്ച് സന്തോഷിപ്പിൻ. കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വളരെ വലുതായിരിക്കുന്നു. ഈ പ്രശ്നങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ സ്വർഗത്തിലെ പ്രതിഫലം ഏറ്റവും വലുതായിരിക്കുന്നു. അടുത്ത റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഗ്ലോറി ഇൻ യുവർ സഫറിംഗ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ കഷ്ടതയിൽ, നിങ്ങളുടെ ശോധനയിൽ എന്ത് ചെയ്യുക? പ്രശംസിക്കുക. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കഷ്ടത സഹിഷ്ണുത സിദ്ധതയും നമ്മുടെ ജീവിതങ്ങളിൽ ഉളവാക്കുന്നു. ആ ഭാഗം നാം വായിക്കുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. ഒന്നാമത് ഇങ്ങനെ പറയുന്നു, കഷ്ടത. ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് കഷ്ടം. നമ്മുടെ ജീവിതത്തിൽ നാം എടുത്തു നോക്കുമ്പോൾ നമ്മൾ അധികം പേരും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത് നമ്മുടെ നല്ല സമയത്തല്ല, കഷ്ടതയുടെ സമയത്തത്രേ. ആ കഷ്ടതയുടെ സമയത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നാം മുൻപേ ആയിരുന്നത് പോലെ അല്ല. നമ്മുടെ ജീവിതങ്ങൾ ഒത്തിരി വ്യത്യാസപ്പെടുന്നുണ്ട്. നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നുണ്ട്.
നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു വന്നു എങ്കിലും നാം കടന്നു വന്നത് നമ്മുടെ ജീവിതത്തിൽ ഭൗതികവും ആത്മീകവുമായ നന്മയ്ക്ക് ഇടയാക്കി തീർത്തു. ഇവിടെ പറയുന്നു കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന്. അത് ഒന്ന് കഷ്ടത. ആ കഷ്ടതയിലൂടെയാണ് നമുക്ക് സഹിഷ്ണുത ലഭിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതങ്ങളെ എടുത്തു നോക്കുന്നു എങ്കിൽ നാം കഷ്ടതയിലൂടെ കടന്നു പോയതിന് മുൻപേയുള്ള ജീവിതം പോലെ അല്ല അതിനുശേഷം. നാം ഒത്തിരി സഹിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും ബഹുമാനിക്കുവാനും ഒക്കെ നമ്മുടെ ജീവിതം ഒത്തിരി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊന്നിനെ ശോധന ചെയ്യുമ്പോഴാണ് അതിലുള്ള അശുദ്ധികൾ നഷ്ടമാകുന്നത്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ആ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നാം അറിയാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ അഹങ്കാരമായിരിക്കാം, നമ്മുടെ സ്വയം പ്രശംസയായിരിക്കാം, നമ്മുടേതായ ബലത്തിലുള്ള നമ്മുടെ അമിത വിശ്വാസമായിരിക്കാം, അങ്ങനെ പലതും നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോയി നാം ദൈവത്തിന് യോഗ്യമായ പാത്രങ്ങളായിത്തീരുന്നു. ആ സഹിഷ്ണുത കഴിയുമ്പോൾ പറയുന്നത് സിദ്ധത എന്നാണ്. സിദ്ധത എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് ക്യാരക്ടർ എന്നാ പറയുന്നത്, അതായത് ദൈവീക സ്വഭാവം എന്ന അതുകൊണ്ട് ഏറ്റവും നന്നായി അർത്ഥമാക്കുന്നത്. അതായത് കഷ്ടതയിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സഹിഷ്ണുതയിലേക്ക് കൊണ്ടുവരുന്നു. അതായത് എല്ലാം സഹിപ്പാനുള്ള ബലത്തെ നമ്മുടെ ജീവിതങ്ങളിൽ നൽകുന്നു. ആ എല്ലാം സഹിപ്പാനുള്ള ബലം നമ്മുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരുമ്പോൾ ദൈവികമായ സ്വഭാവം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നു. ആ ദൈവികമായ സ്വഭാവം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ നൽകുന്നു. എന്തിനെ കുറിച്ചുള്ള പ്രത്യാശ? നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചുള്ള പ്രത്യാശ. നമ്മുടെ ജീവിതങ്ങളിൽ ഒരു ഉറപ്പുണ്ട്. നാം പണ്ടത്തെ പോലെ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ ഭ്രമിച്ചു പോവുകയില്ല. ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ ഈ ലോക ജനത്തെ പോലെ നമ്മുടെ ജീവിതങ്ങളെ അവസാനിപ്പാനായി നാം ഓടിപ്പോകാറില്ല. പകരമോ നാം ദൈവത്തിൽ പ്രത്യാശയോട് കൂടിയിരിക്കും. എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എന്റെ ദൈവം എന്നെ ഉയർത്തും, എന്റെ ദൈവം എന്നെ മാനിക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശയോട് കൂടെ. അതിനേക്കാളുപരി ഈ ലോകത്തിൽ എനിക്ക് എന്ത് തന്നെ വന്നാലും എനിക്ക് വരുവാനുള്ള ലോകമുണ്ട്. ആ ലോകത്തിൽ എന്റെ ദൈവം എനിക്ക് സകലതും ഒരുക്കിയിരിക്കുന്നു. എന്റെ കണ്ണുനീരിനെ അവൻ തുടയ്ക്കുമെന്നുള്ള വലിയ പ്രത്യാശയോട് കൂടെ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. വീണ്ടും ഒരു ഓർഡറായി മുൻപിലേക്ക് കടന്നു പോകുമ്പോൾ അത് പറയുന്നത് ആ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്നാണ്. അതായത് നാം ദൈവത്തിൽ പ്രത്യാശയോടുകൂടി ഇരിക്കുമ്പോൾ നാം ഒരിക്കലും ലജ്ജിതരായി തീരുവാൻ അനുവദിക്കുന്നില്ല. വീണ്ടും ഒരുപടി മുൻപിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം തന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അതായത് നാം കഷ്ടത സഹിച്ച് മുൻപിലേക്ക് പോകുമ്പോൾ അത് അൾട്ടിമേറ്റായി നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അത്രേ. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മെ ഒന്നടങ്കം നമ്മെ മുറ്റുമായി പൊതിയുന്നു. ആ കഷ്ടതയിൽ നാം കടന്നു വന്നത് നന്നായി തീർന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നാം ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുകയത്രേ ചെയ്യുന്നത്. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിപ്പാനുണ്ട്, നിങ്ങൾ കഷ്ടതയിൽ ആയിരിക്കുന്നുവോ? എങ്കിൽ ഈ ദൈവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കുക. കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഈ ലോകത്തിലെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ നോക്കിക്കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലായിരിക്കാം. എന്നാൽ നല്ലവനാകുന്ന കുശവനാകുന്ന ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ പണി അവസാനിക്കുമ്പോൾ അതിന് വലിയൊരു അർത്ഥവും മനോഹരത്വവും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതങ്ങളെ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ഇടയാകും. നമുക്ക് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അപ്പാ കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും അങ്ങ് അതിനെ ജയിച്ചിരിക്കുന്നു എന്ന്. അതെ അപ്പാ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പലവിധമായ വേദനയിലൂടെ ശോധനയിലൂടെ കടന്നു പോകുന്നവർ ഉണ്ട്. കർത്താവരുടെ മേൽ അങ്ങയുടെ കരത്തെ അങ്ങ് വയ്ക്കണമേ. അങ്ങയുടെ സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, ഉയർത്തുന്ന, മാനിക്കുന്ന, പുതുവഴികളെ തുറക്കുന്ന അങ്ങയുടെ കരം അവരുടെ മേൽ അങ്ങ് വയ്ക്കണമേ അപ്പാ. അവരുടെ ജീവിതങ്ങൾക്ക് സമാധാനം നൽകും. ജീവിതത്തിലേക്ക് മുൻപിലേക്ക് പോകുവാൻ വഴിയില്ല എന്നോർത്ത് ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മേൽ കർത്താവെ അങ്ങ് ആശ്വസിപ്പിക്കുന്ന കരം അങ്ങ് വയ്ക്കണമേ. ജീവിതത്തിൽ പുതുവഴികളെ, വാതിലുകളെ തുറന്ന് അവരെ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കേട്ട വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിലെ ശോധനയിലൂടെ, പരീക്ഷകളിലൂടെ നാം കടന്നു പോകുമ്പോൾ അതൊക്കെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായി ഭവിക്കുന്നു എന്നുള്ളത് അത്രേ. അങ്ങയുടെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് അത്രേ.
അതേ അപ്പ, അങ്ങയുടെ കരം ഓരോ വ്യക്തികളുടെ മേലും ഇരിക്കട്ടെ. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും സകല നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ജനത്തെ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപയും സമാധാനവും ഓരോ വ്യക്തികളുടെ മേലും വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം ചെയ്യും അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. കൃപയോട് കേൾക്കും നല്ല പിതാവേ, ആമേൻ, ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും, ഓരോ വേദനയ്ക്കും, ഓരോ പ്രതിസന്ധിക്കും ഒരു അർത്ഥമുണ്ട്. അത് നിങ്ങളെ നിത്യതയ്ക്കായി ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിൽ ഉറപ്പുള്ളവരായിരിക്കുക. അവൻ നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. അടുത്ത എപ്പിസോഡിൽ നാം കാണുന്നത് വരെ കർത്താവ് നമ്മെ ഏവരെയും കാത്തുപരിപാലിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ മേൽവിലാസം ബെഥേൽ മിഷൻസ്, PB നമ്പർ 1, കാഞ്ഞിരംകുളം PO, ട്രിവാൻഡ്രം 695524. ഇമെയിൽ അഡ്രസ് bethelmissionsprayer@gmail.com. മൊബൈൽ നമ്പേഴ്സ് 7034655559, 7034755559. ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8:30 വരെയും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4 മുതൽ 6 വരെയും കാഞ്ഞിരംകുളം ചാണിക്ക് സമീപമുള്ള ഹാളിൽ വെച്ചും എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ കഴക്കൂട്ടം SNDP ഹാളിൽ വെച്ചും നടക്കുന്നു.